ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഹൈന്ദവ വിശ്വാസികളെ സാദര നമസ്കാരം. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമുണ്ട്. അവരുടെ മതവും വിശ്വാസങ്ങളും ആചാരങ്ങളും നടത്താനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 നമുക്ക് നൽകുന്നു. ആ വിശ്വാസത്തേക്ക് വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് നേരോടെ നിർഭയം നിരന്തരം എന്നുള്ള ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ ഏഷ്യാനെറ്റിന്റെ നേതൃത്വത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേതൃത്വത്തിൽ അതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ സിന്ധു സൂര്യകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഇത്തരത്തിലുള്ള ഹിന്ദു വിരുദ്ധ നിലപാടുകൾ എടുത്തു വരികയാണ്. ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം, ഒരു മതവിഭാഗത്തിന്റെ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളെയും മാത്രം വളരെ മ്ലേച്ഛമായി അത് മറ്റ് മാധ്യമങ്ങളിലൂടെ വളരെയേറെ ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ മറ്റു മതവിശ്വാസങ്ങളുടെ ഭാഗമായി നടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് ഒരു ചർച്ച പോലും ചെയ്യാൻ, ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്. പക്ഷെ ഇവിടെ 140 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേള, ആ മഹാകുംഭമേള എന്ന് പറയുന്നത് PR വർക്കാണ്. ആ മഹാകുംഭമേളയുടെ BJPയുടെ PR വർക്കാണ് ഇവിടെ നടന്നത് എന്ന രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങള് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേതൃത്വത്തിൽ കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പരാമർശിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് ശബരിമലയിലേക്ക് പോകുന്നതും അത് ഹജ്ജിന് പോകുന്നതിനും അതോടൊപ്പം തന്നെ ക്രൈസ്തവ മതവിശ്വാസങ്ങളും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ആരാധനാലയങ്ങളിൽ പോകുന്നു. പക്ഷെ ഹിന്ദുവിന്റെ ആരാധനാലയം ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മാധ്യമങ്ങളാണ്. നാം ചിന്തിക്കേണ്ടത്, ഭാരതത്തിലെ 64 കോടി ഹൈന്ദവ വിശ്വാസികള് അവിടെ BJPക്കാർ PR വർക്ക് ചെയ്തിട്ടല്ല, അവിടെ UP സർക്കാർ PR വർക്ക് ചെയ്തിട്ടല്ല, വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി ആ മഹാകുംഭമേളയില് ആ പവിത്രമായ ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുന്ന വിശ്വാസികൾ കൊടിയുടെ നിറം നോക്കിയിട്ടല്ല, വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെ ഭാഗമാണ് അത് ചെയ്യുന്നത്. ആ 64 കോടി ജനങ്ങള് ആ കുംഭമേളയിൽ, മഹാകുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നും പോലും ഒട്ടനവധി ആൾക്കാർ ആ പങ്കെടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായെങ്കിൽ ഇവിടെ സാക്ഷര കേരളം എന്നറിയപ്പെടുന്ന നമ്മുടെ സിന്ധു സൂര്യകുമാറിന്റെ വാക്കാണെങ്കിൽ സാക്ഷര കേരളം എന്നറിയപ്പെടുന്ന ഈ കേരളത്തില് നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ് അതിന് മോശമായുള്ള കാര്യമെന്ന് സിന്ധു സൂര്യകുമാർ പറയാൻ തയ്യാറാവണം. ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഇതിന് മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ മുൻഷി എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടിയുണ്ട്. ആ ഏഷ്യാനെറ്റിലെ മുൻഷി എന്ന് പറയുന്ന പരിപാടിയിൽ ഈ കുംഭമേളയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നൊയമ്പ് കാലം നടക്കുകയാണ്. ആ നൊയമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി അവരൊരു വിശ്വാസത്തിന്റെ ഭാഗമുണ്ട്. അവർ ഹജ്ജിന് പോകുന്നവര് അവിടെ കല്ലെറിയുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഈ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കവർ സ്റ്റോറിയില് നേരിന്റെ കണ്ണാടി എന്നാണ് പറയുന്നത്. എന്താണ് കവർ സ്റ്റോറി? ആ നേരിന്റെ കണ്ണാടി എന്ന് പറയുന്ന ആ കവർ സ്റ്റോറിയില് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു കർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ആർജവമുണ്ടോ? മതഭീകരവാദികളുടെ, മതതീവ്രവാദികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഹിന്ദുവിന് മേലെ കുതിര കയറാനാണ് ഈ സിന്ധു സൂര്യകുമാറിനെ പോലുള്ളവരുടെ രാഷ്ട്രമെങ്കില് ജനാധിപത്യ സംവിധാനത്തിലൂടെ അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ അമ്മമാരുണ്ട്, ഹൈന്ദവ വിശ്വാസികളുണ്ട്. ഇവിടെ ബാലിക്കലിൽ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ആ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഒരു തുറന്ന ചർച്ചയ്ക്ക് സിന്ധു സൂര്യകുമാറിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഹിന്ദുവിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഹിന്ദു സംഘടനകൾ തയ്യാറാണ്. സനാതന ധർമ്മത്തെ അടച്ചാക്ഷേപിക്കുവാനുള്ള വലിയൊരു ഗൂഢതന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ സിന്ധു സൂര്യകുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, ഓരോ വിശ്വാസങ്ങൾ വരുമ്പോൾ ആ വിശ്വാസത്തെ മാത്രം ഇങ്ങനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. മറ്റു തരത്തിലേക്ക് നടക്കുന്ന മതഭീകരവാദ സംഘടനകളുടെ ഇഷ്യൂ വരുമ്പോൾ അതിനെയൊന്നും അഡ്രസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഹിന്ദു വിശ്വാസപ്രകാരം വിശ്വാസം ആചാരത്തിന്റെ ഭാഗമായി സമാധിയാവുന്നതിനെ കുറിച്ച് 4-5 റിപ്പോർട്ടർമാരെ അവിടെ നിർത്തിക്കൊണ്ട് അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിനെ ദിവസങ്ങളോളം ചർച്ചകൾക്ക് വിധേയമാക്കുമ്പോൾ ഇവിടുത്തെ വിശ്വാസത്തെയും, ഹിന്ദുവിന്റെ വിശ്വാസത്തെയും ആചാരത്തെയുമാണ് അവിടെ വ്രണപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും നടപ്പിലാക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഒരു മതവിശ്വാസത്തിനും എതിരായിട്ടല്ല ആ UP-യിൽ
നടന്ന 140 വർഷങ്ങൾക്ക് ശേഷം നടന്ന 64 കോടി ജനങ്ങളാണ്, ഒന്നും രണ്ടുമല്ല 64 കോടി ജനങ്ങളാണ് ആ കുംഭമേളയിലെ ഗംഗാ നദിയിൽ സ്നാനം ചെയ്തത്. അതിന്റെ പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട് അത് പോയതെല്ലാം സാക്ഷര കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വിശ്വാസത്തിന്മേലുള്ളൊരു കടന്നുകയറ്റമാണ്. ഇതൊരു സൂചനയാണ്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധമാണ്. ഒട്ടനവധി ഹിന്ദു സമരമുഖത്തേക്ക് നിന്നുകൊണ്ട് ഹിന്ദുവിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ നിങ്ങൾ പറയുന്ന ഒരു ക്യാപ്ഷനുണ്ട്, നിരന്തരം നിർഭയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷൻ മുഴക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ആ ക്യാപ്ഷൻ കുറച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഒരു മതവിശ്വാസത്തിന്റെ കാര്യത്തിലെ ആചാരത്തിന്റെ വിഷയങ്ങൾ മാത്രം ഇങ്ങനെ തലത്തിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ മറ്റു മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെ കാര്യത്തിലേക്ക് ഇടപെടാനുള്ള ആർജവം ഈ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഈ ഏഷ്യാനെറ്റിന്റെ ഈ മാധ്യമ പ്രവർത്തകർക്കുണ്ടോ എന്നാണ് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ ചോദിക്കുന്നത്. ഈ ഒരു തരത്തിലേക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മുന്നോട്ട് വരുമ്പോൾ ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അതൊരു സൂചനയാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിഷേധം നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വം നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ പരിപാടിയുടെ അധ്യക്ഷത അലങ്കരിക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർജിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിലൂടെ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ പ്രഭാകർജിയാണ്. പ്രഭാകർജിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ മഹിളാ ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ സതീഷ്, മഹിളാ ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി സൂര്യ പ്രേം, മഹിളാ ഐക്യവേദിയുടെ മറ്റു പ്രവർത്തകരും, അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ മുഴുവൻ ജില്ലാ താലൂക്ക് ഉപരി ഭാരവാഹികളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതൊരു സൂചനയാണ്. നമുക്കറിയാം മതഭീകരവാദികളുടെ തീവ്രവാദികളുടെ തിട്ടൂരം വാങ്ങിക്കൊണ്ട് തിട്ടൂരത്തോടുകൂടി ഹിന്ദുവിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ജാനം ചർച്ചയ്ക്ക് വരാൻ തയ്യാറാവുന്നുവെങ്കിൽ ശക്തമായ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ അമ്മമാരെ നിർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ഹിന്ദു ഐക്യവേദി സംഘടിപ്പിക്കുന്നതാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രഭാകർജിയെ ക്ഷണിച്ചു. ജയ് ബോലോ ഭാരത് മാതാ കേ ജയ്, ബോലോ ഭാരത് മാതാ കേ ജയ്, ബോലോ ഭാരത് മാതാ കേ ജയ്. ആദരണീയ ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷൻ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ കൃഷ്ണകുമാർജി, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായ വടയില ഉണ്ണി, ബിജു അറപ്പുരം, മഹിളാ ഐക്യവേദിയുടെ സംസ്ഥാന ഭാരവാഹികളായ അതുപോലെ സൂര്യ, മറ്റ് സഹപ്രവർത്തകരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇവിടെ സ്വാഗത പ്രാസംഗികർ അതിനൊരു വലിയ വിശദീകരണം ഇവിടെ നടത്തുകയുണ്ടായി. ഏഷ്യാനെറ്റിൻ്റെ ചാനലിൻ്റെ ഇവരുടെ മുദ്രാവാക്യം നേരോടെ നിർഭയം നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടത്. ഞങ്ങൾക്ക് ഹിന്ദു ഐക്യവേദിയുടെ ഹൈന്ദവ സമൂഹത്തിന് ചാനലിൻ്റെ മേധാവികളോട് ചോദിക്കുവാനുള്ളത്, എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നു. സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ള ആ ഏഷ്യാനെറ്റിൻ്റെ പ്രവർത്തക കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ ആ മുഴുവൻ പ്രവർത്തനങ്ങളെയും എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സിന്ധു സൂര്യകുമാർ. ഈ കുംഭമേള മാത്രമല്ല, കുംഭമേളയ്ക്ക് ഇവിടെ നേരത്തെ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ പ്രയാഗ് രാജ്യത്തിലെ കുംഭമേളയിൽ എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ മാത്രം ചവിട്ടി മെതച്ചുകൊണ്ട് കാലങ്ങളായി സിന്ധു സൂര്യകുമാർ ഇത്തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ശബരിമല ആ സ്ത്രീ പ്രവേശന വിഷയം വന്ന സമയത്ത് അവിടെ സമരം ചെയ്ത ഭക്തജനങ്ങൾ അമ്മമാരെ കലാപകാരികളെന്നാണ് സിന്ധു സൂര്യകുമാർ അഭിസംബോധന ചെയ്തത്.
ശബരിമലയിലെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നു വന്ന ആചാരത്തെ ഒരു കോടതി വിധിയുടെ പേരിൽ, കോടതി പറഞ്ഞിട്ടില്ല അവിടെ സ്ത്രീകളെ പ്രവേശിക്കണമെന്ന്, പിന്നെയോ പമ്പയിൽ വച്ചിട്ടുള്ള ആ ബോർഡെടുത്ത് മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സിന്ധു സൂര്യകുമാർ ആ ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ അമ്മമാരെ അടക്കം കലാപകാരികളെന്നാണ് ഈ സിന്ധു സൂര്യകുമാർ ചർച്ചയിൽ അഭിസംബോധന ചെയ്തത്. അതുപോലെ പശ്ചിമ ബംഗാളില് നൂറുകണക്കിന് ഹൈന്ദവരെ, അതിലെ കുട്ടികളെയും അമ്മമാരെയും മുത്തശ്ശിമാരെയും മുത്തച്ഛന്മാരെയും എല്ലാം അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലും വളരെ മൃഗീയമായ തരത്തിലെ ഭാഷയിലാണ് സിന്ധു സൂര്യകുമാർ ആ ചാനൽ ചർച്ചയിൽ അവതരിപ്പിക്കുകയുണ്ടായി. നിരന്തരം ഏഷ്യാനെറ്റ് പറയുന്ന നിരന്തരം എന്ന വാക്ക് ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് പറയാൻ വേണ്ടി മാത്രം ഏഷ്യാനെറ്റിന്റെ സിന്ധു സൂര്യകുമാർ ഉപയോഗിക്കുകയാണ്. നിരന്തരം ഹിന്ദു വിരുദ്ധത മാത്രം പങ്കുവയ്ക്കുന്ന സിന്ധു സൂര്യകുമാർ. ഞാൻ ചോദിക്കട്ടെ, സിന്ധു സൂര്യകുമാർ നിങ്ങൾക്ക് ഏഷ്യാനെറ്റിൽ നിന്നും തരുന്ന ശമ്പളത്തിൽ അല്ലാതെ ഏതെങ്കിലും ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കിമ്പളം കൈപ്പറ്റുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളുടെ മാത്രം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ മ്ലേച്ഛമായി ഈ തരത്തിൽ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറുമായിരുന്നില്ല. നിങ്ങളെ ആരോ വിലക്കെടുത്തിരിക്കുകയാണ് സിന്ധു സൂര്യകുമാർ, ആരോ നിങ്ങളെ വിലക്കെടുത്തിരിക്കുകയാണ്. ഈ ചാനലിന്റെ മേധാവികളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ഈ ചാനലിൽ ഇങ്ങനെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, അത് സത്യമായിട്ടും ഭയമില്ലാതെയും അത് നിരന്തരം നിങ്ങൾ ചെയ്യുന്നതെല്ലാം കള്ളത്തരമാണ്, ഹിന്ദു വിരുദ്ധമാണ്, ഹിന്ദുക്കൾക്കെതിരായുള്ള ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് ഞാൻ ഈ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ചാനൽ ഒരു സർവേ നടത്തണം. ഏഷ്യാനെറ്റ് ചാനലിൽ കാണുന്ന അതിന്റെ ആളുകളോ ആ ചാനലിന്റെ പരിപാടികൾ കാണുന്നവരുടെ ഒരു സർവേ നടത്തിയിട്ട് കണക്കെടുക്കുക. നിങ്ങളോ 70% ഹൈന്ദവ സമൂഹമാണോ ഏഷ്യാനെറ്റ് ചാനൽ കാണുന്നത്? നിങ്ങൾ ആ വികാരമെങ്കിലും ഞങ്ങൾ വിചാരിച്ചാൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വരരുത് എന്നാണ് ഏഷ്യാനെറ്റിന്റെ മേധാവികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. 70% ഹൈന്ദവ സമൂഹം കാണുന്ന ഏഷ്യാനെറ്റ് ചാനല്, ആ ചാനലില് നിരന്തരമായ ഈ ഹിന്ദു വിരുദ്ധ പ്രചരണം നടത്തിയാൽ തക്കതായിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുമെന്ന് ഈ സമയത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു കത്തിനെ കുറിച്ച്. അവിടെ കല്ലെറിയുന്ന സാത്താന് വേണ്ടി കല്ലെറിയുന്നു. ഞങ്ങളൊരു മതത്തിനുമെതിരല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നുകൊണ്ടിരുന്നത് അവിടെ നടക്കുക തന്നെ വേണം. ആ കല്ലെറിയുന്ന സാത്താൻ ആരാണ്? അതെന്തിനു വേണ്ടിയാണ് കല്ലെറിയുന്നത് എന്ന് സിന്ധു സൂര്യകുമാർ നിങ്ങൾക്ക് എന്താ ഞാൻ പറയുക, ആ ചർച്ച നടത്തുവാനുള്ള ആർജവവും തന്റെ ഇടമുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് അവിടെ നടക്കുന്ന ആചാരങ്ങളുണ്ടല്ലോ, കല്ലെറിയൽ ചടങ്ങ്. എന്തിനു വേണ്ടിയിട്ടാണ് കല്ലെറിയുന്നത് എന്ന് നിങ്ങൾക്ക് ചർച്ചയിൽ നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, എന്താ പേര്, കവർ സ്റ്റോറി, നിങ്ങൾക്കതിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അന്ന് പാലൊളിയെ മുഹമ്മദ് കുട്ടിയെ ഹജ്ജ് മന്ത്രിയായിരുന്ന സമയത്ത് ആ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക്, ഹാജിമാർക്ക് ആ സംസം വെള്ളം സൗദി അറേബ്യയിൽ നിന്നും കൊടുത്തില്ല. ആ വിമാനം നെടുമ്പാശ്ശേരി കോഴിക്കോട് അരിപ്പൂർ വിമാനത്താവളത്തിൽ വന്ന സമയത്താണ് അറിയുന്നത്, ഞങ്ങൾക്ക് പ്രസാദമായിട്ട് അറിയുന്നത്. സംഘടനകളുടെ ഒത്താശ കൂടിയാണ് സിന്ധു സൂര്യകുമാറിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അത് പഠിച്ചിട്ടാണ് പറയുന്നത്. സിന്ധു സൂര്യകുമാർ കാലങ്ങളായി ഈ ഹിന്ദു വിരുദ്ധത അവർ മുതലാക്കി കൈവശം വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അതിന് മാറ്റം വരണം. സിന്ധു സൂര്യകുമാറിന് പ്രസംഗിക്കാം,
ഹിന്ദുവിനെ കുറിച്ച് എന്ത് പറയാം. പക്ഷേ ഈ ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലില് നിങ്ങൾ സത്യമേ പറയൂ എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഹിന്ദുവിനെ മാത്രം നിങ്ങൾ ദൂഷിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ഞങ്ങൾ ഇനിയും അത് കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട. ഉണരുന്ന ഹിന്ദുവിന്റെ പൊരുതുന്ന സംഘടനയാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. എക്കാലവും എന്തും ഹിന്ദുവിനെ പറഞ്ഞു കളയാം എന്നുള്ള ആ വ്യാമോഹം നിങ്ങൾ മാറ്റിവെക്കൂ. നിങ്ങൾ സത്യസന്ധമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കൂ. ഞങ്ങളൊരു മതത്തിനുമെതിരല്ല. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അവിടെ നടക്കണം. അതിന് ഞങ്ങൾ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഹിന്ദുവിനെ മാത്രം കുംഭമേളയായാലും ശരി, ശബരിമല വിഷയമായാലും ശരി, ബംഗാളില് ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയായാലും ശരി, നിരന്തരമായി എണ്ണി പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. സിന്ധു സൂര്യകുമാർ നിങ്ങളുടെ ഹിന്ദു നിൽക്കുകയാണ്. ഇന്ന് 1 ലക്ഷം രൂപയാണ് ഏഷ്യാനെറ്റ് കൊടുത്താൽ 2 ലക്ഷം രൂപ കൊടുക്കുവാനുള്ള ഭീകരവാദ ചാനലുകൾ ഇവിടെ രംഗത്ത് കൈയും കെട്ടി നമുക്കറിയാമോ. പക്ഷെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിന്ന് സൂര്യകുമാർ പിന്മാറിയില്ല എങ്കിൽ ഇനി ഒരു വട്ടം കൂടെ ഇത്തരത്തിലുള്ള ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലോ ഈ തരത്തിലുള്ള കവർ സ്റ്റോറിയോ ഏത് അവതരിപ്പിച്ചാലും ശരി, ശക്തമായ നടപടികളുമായിട്ട് ഹിന്ദു ഐക്യവേദി മുൻപോട്ട് പോകുമെന്നും അതിന് ഉത്തരവാദി ഏഷ്യാനെറ്റിന്റെ മേധാവിമാരായിരിക്കും. അത് രാജീവ് ചന്ദ്രശേഖരായിരുന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. നടപടിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സൂചനാ സമരം, ഈ ധാർമ്മിക സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. പ്രതിഷേധം 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 കേരളമാകെ പ്രതിഷേധം കേരളമാകെ പ്രതിഷേധം ഹിന്ദുത്വത്തിൻ പ്രതിഷേധം പാവനമായൊരു കുംഭമേളെ പവിത്രമായൊരു കുംഭമേളെ അധിക്ഷേപിച്ചൊരു ഏഷ്യാനെറ്റ് ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ. ഹിന്ദുത്വത്തെ തൊട്ടിട്ട് ഇവിടെ ഒരു ചുക്കും ചെയ്യണ്ട. ജയ് 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 ഭാരത് മാതാ, ജയ് ജയ് ഹിന്ദു ഐക്യവേദി. സൂചന മാത്രം ഇന്നീ സമരം സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലേ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ ഭാവം മാറും, രൂപം മാറും, ഭാവം മാറും, ആകപ്പാടെ മാറിപ്പോകും. ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് ജയ് ഹിന്ദു ഐക്യവേദി, ജയ് ജയ് ഹിന്ദു ഐക്യവേദി. ഈ പരിപാടിയിൽ നടന്ന സൂചനയാണ് ഈ സമരത്തിന്